കാലവർഷത്തിന്റെ അടങ്ങാത്ത കലിയിൽ കണ്ണീരിലായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ തീരദേശം. സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ടെന്ന് പറയുമ്പോഴും തീരദേശത്ത് ദുരിതം അനുഭവിക്കുന്നവരുടെ കൈകളിലേക്ക് ആ സഹായം എത്തുന്നില്ല. വീടുകൾ നഷ്ടമായി വർഷങ്ങളായി വാടക വീടുകളിലും ബന്ധുവീടുകളിലും താമസിക്കുന്നവ തിരുവനന്തപുരത്തെ തീരദേശത്ത് ഏറെയാണ്. രണ്ടാഴ്ചയിലധികമായി തുടരുന്ന കാലവർഷത്തിൽ കനത്ത നാശനഷ്ടമാണ് കേരള തീരത്ത് പലയിടത്തും ഉണ്ടായത്. ശക്തമായ കടലേറ്റവും അതിശക്തമായ കാറ്റും തീരദേശ മേഖലകളിലെ പല വീടുകളും നിലംപരിശാക്കി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടലേറ്റത്തിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ നിരവധി വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ഒന്നിലധികം വീടുകൾ പൂർണ്ണമായും കടലെടുത്തു. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. അപ്പോൾ ഇതിൽ ഒരു പാർട്ടിയുടെ പങ്കാളിത്തമോ ഒരു ആനുകൂല്യമോ നമുക്ക് ലഭിച്ചിട്ടില്ല. ലഭിക്കുമെന്ന് ഇനി പ്രതീക്ഷയില്ല. കാര്യം ഇനിയിപ്പോൾ അവരിപ്പോൾ ഇലക്ഷൻ വരുന്നത്, സാധാരണ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇത്തരം ആപത്തുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും പാർട്ടിക്കാർ വരുന്നതാണ്. പക്ഷേ രണ്ട് പാർട്ടിക്കാരും ഈ കടൽക്ഷോഭത്തിൽ ഇത് മാത്രമല്ല ഒരുപാട് വീടുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെയുള്ളൊരു വളരെ ബുദ്ധിമുട്ടാണ് തീരദേശത്തുള്ള ഞങ്ങൾക്ക്. അതിനുള്ള ഒരു പോംവഴി ഇപ്പോഴത്തെ സർക്കാർ കണ്ണു തുറക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് വീട് നഷ്ടപ്പെട്ടവർക്ക് പോലും ഇതുവരെയും സർക്കാർ സഹായം എത്തിയിട്ടില്ല. 10 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞത് വാഗ്ദാനം മാത്രമായി കടൽ വെള്ളത്തിലെഴുതിയ രേഖ പോലെ മാഞ്ഞു പോയിരിക്കുന്നു. 10 ലക്ഷം രൂപ തരാമെന്ന് ഞങ്ങൾ എവിടെ പോയി മേഡം വീടെടുക്കാനായിട്ട്? ഈ കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ നമ്മൾ എവിടെ പോകും? 10 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ 1 സെൻറ്റ് സ്ഥലം തന്നെ കിട്ടും, അല്ലെങ്കിൽ 2 സെൻറ്റ്. പിന്നെ വീട്ടിന് നമ്മൾ 6 ലക്ഷം രൂപ വീട്ടിന് സ്ഥലത്തിന് തരുമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ വെച്ച് നമ്മൾ എന്തൊരു വീടുണ്ടാക്കും? ഒന്നാമത് ഞാൻ രോഗിയാണ്. ജില്ലാശുപത്രിയിലെയും തൈക്കാടയൊക്കെ അടുത്തുള്ള ആശുപത്രിയിലൊക്കെ പോയി ചികിത്സിക്കുകയാണ്. ആരും വരുന്നില്ല. ഈ സംഭവം നടന്നതിന് ശേഷം വാടക ഒരു 7-8 മാസം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ തരുന്നില്ല അവർ. എന്നിട്ട് അവർ മീറ്റിങ്ങിൽ പറഞ്ഞ് സ്വന്തക്കാരുണ്ടെങ്കിൽ അവിടെ പോയി കിടന്നാൽ വാടക തരുമെന്നോ. അതിനുശേഷം അവർ വാടക തരുന്നില്ല. ജീവൻ പണയം വെച്ചാണ് പലരും കടപ്പുറത്ത് വീടുകളിൽ ഉറങ്ങുന്നത്. കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോൾ കാവലിരിക്കുന്ന ഗൃഹനാഥനും ഇവിടെ നമുക്ക് കാണാം. പക്ഷേ അധികാരികൾ കണ്ണു തുറക്കുന്നേയില്ല. കിടന്നുറങ്ങാൻ രാത്രിയാകുമ്പോൾ പേടിയാ. ഏത് സമയമാണ് കൊണ്ടുപോകണമെന്ന് ഒരു പിടിയില്ല. വേണ്ടപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കുന്നേയില്ല. കൗൺസിലർമാരൊക്കെ അറിയിച്ചു. അവർ പറയുന്ന ക്ലേ കൊണ്ട് തരും. നമ്മൾ കാശ് മുടക്കി ലോറി വാടക കൊടുക്കണം, ക്ലേ കൊണ്ടുവരുന്നതിന് കായ് കൊടുക്കണം, കൂലി കൊടുക്കണം. ഇതൊക്കെ നമ്മളെവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്? അതിന് 10 ലക്ഷം രൂപ അനുവദിച്ച് ഇതുവരെ ഉണ്ടോ ഇല്ലെന്ന് പോലും അനുവദിച്ചില്ല. അവർ ഫ്ലാറ്റ് തരുമെന്ന് പറഞ്ഞ് ഇത് 8ാമത്തെ വർഷം. ഇതുവരെ ഒരു ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഒരു രേഖയില്ല. എല്ലാ ജൂൺ മാസത്തിലും ഈ അവസ്ഥയാണ് കടലോര മക്കൾക്ക്. വോട്ട് മാത്രം പ്രതീക്ഷിച്ച് കടലോരത്ത് കാൽ ചവിട്ടുന്നവർ കടൽക്ഷോഭമുണ്ടാകുമ്പോൾ കണ്ണടയ്ക്കുന്നു. ഇതൊരു അവശേഷിപ്പിന്റെ ഭാഗമാണ്. ഇവിടെയും ഒരു വീടുണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവശേഷിപ്പ്. ഇത്തരത്തിൽ 100 കണക്കിന് വീടുകളാണ് തിരുവനന്തപുരം തീരദേശ മേഖലയിൽ മാത്രം കടലെടുത്തത്. ഇതിന്റെ ഉടമകളൊക്കെ ബന്ധുവീടുകളിലും വാടക വീടുകളിലും കഴിയുകയാണ്. കണ്ണീർ വറ്റി സർക്കാരിന്റെ സഹായം കാത്ത്. ഇനിയെങ്കിലും സർക്കാർ ഇവർക്ക് മുൻപിൽ കൺതുറന്നേ മതിയാകൂ. ക്യാമറാമാൻ മനോജിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.